അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്തയുടെ മദ്രസകളിൽ പാദവാർഷിക പരീക്ഷകൾ അടുത്തു വരികയാണല്ലോ. 18/7/2026 ശനിയാഴ്ച മുതലാണ് പാദവാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നത്. 1-ാം ക്ലാസ്സുകാരുടെ പരീക്ഷ തുടങ്ങുന്നത് 20-ാം തീയതി തിങ്കളാഴ്ചയാണ്. 1-ാം ക്ലാസ്സുകാരുടെ ആദ്യ പരീക്ഷ തഫ്ഹീമുത്തിലാവ 1-ാം ഭാഗത്തിലെ ഖിറാഅത്ത് വായന പരീക്ഷയാണ് ആദ്യം നടക്കുന്നത്. കഴിഞ്ഞ വർഷം പാദവാർഷികത്തിന് വന്ന വായനാ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് മുമ്പായി ഏതെങ്കിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കൽ, പരിചയപ്പെടൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിലും പരിചയക്കുറവ് അവരുടെ മാർക്കിനെ ബാധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷത്തിലെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വായനാ പരീക്ഷയുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹർക്കത്തുകൾ കൊടുത്ത് വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ബാ, യാ, സീന്, മീം. കള്ളിയിൽ ഹർക്കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹർക്കത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പദങ്ങളും വിദ്യാർത്ഥികൾ വായിക്കണം. വായിച്ചാൽ അവർക്ക് ഓരോന്നിന് 2 മാർക്ക്, അങ്ങനെ മൊത്തത്തിൽ 8 മാർക്ക് ലഭിക്കുന്നതാണ്. ബുൻ, യാ, സി, മു എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികൾ വായിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അക്ഷരങ്ങൾ വായിക്കാം എന്നതാണ്. കള്ളിയിൽ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. താ, നൂൻ, റാ, വാവ്, കാഫ്, ലാം. വിദ്യാർത്ഥികൾക്ക് ഈ പദങ്ങൾ കാണിച്ചു കൊടുത്ത് അവരോട് തന്നെ വായിക്കാൻ ആവശ്യപ്പെടണം. മൂന്നാമത്തെ ചോദ്യം പദങ്ങൾ വായിക്കാം എന്നതാണ്. 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനടുത്ത് തന്നെ റൗണ്ട് ചെയ്ത് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിവറിന് കബിദുൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കബിദുൻ എന്ന് വായിക്കണം. അതുപോലെ വിദ്യാർത്ഥികൾ വായിക്കേണ്ട പദങ്ങൾ ലബിനുൻ, റുക്കിനുൻ, സമക്കുൻ. കുട്ടികൾക്ക് ചിത്രങ്ങൾ കാണുമ്പോൾ ഈ പദങ്ങൾ കൂടുതൽ ഓർമ്മയിൽ വരുന്നതാണ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ ചേർത്ത് വായിക്കാം എന്നതാണ്. ഇവിടെ പദങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ചേർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ വായിക്കണം. മുഴുവനായിട്ട് വായിച്ചാൽ 18 മാർക്കാണ് ലഭിക്കുന്നത്. മാ എന്ന് നൽകിയിട്ടുണ്ട്. 2-ാമത്തെ കള്ളിയിൽ ഈ എന്നും 3-ാമത്തെ കള്ളിയിൽ തുൻ എന്നുമാണ്. വിദ്യാർത്ഥികൾ ഇത് ചേർത്ത് വായിക്കണം. മൈത്തുൻ. അതുപോലെ അതിൻ്റെ താഴെ ബാ എന്ന് നൽകിയിട്ടുണ്ട്. അത് ചേർത്ത് ബൈത്തുൻ. അതുപോലെ നെയ്ത്തുൻ എന്നൊക്കെ വിദ്യാർത്ഥികൾ വായിക്കണം. അതുപോലെ യു എന്ന് നൽകിയിട്ടുണ്ട്. സെറുൻ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് യുസറുൻ. അതുപോലെ ബസിറുൻ, നെസറുൻ എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ വായിക്കേണ്ടത്. ഇനി നമുക്ക് തഫ്ഹീമു തിലാവയിലെ കിതാബത്ത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. 21-ാം തീയതി ചൊവ്വാഴ്ചയാണ് വിദ്യാർത്ഥികളുടെ ഈ 2ാമത്തെ പരീക്ഷ നടക്കുന്നത്. എഴുത്തു പരീക്ഷയിലേക്ക് വിദ്യാർത്ഥികൾ വരുമ്പോൾ പെൻസിൽ, ക്രയോൺ എന്നിവ കൊണ്ടുവരാൻ മറക്കരുത്. 1-ാമത്തെ ചോദ്യം വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നതാണ്. ഇവിടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. 1-ാമതായി ഒരു കയ്യിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. യദുൻ. യാ എന്ന അക്ഷരമാണ് അവിടെ പോയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ യാ എന്ന് അവിടെ എഴുതേണ്ടതാണ്.
രണ്ടാമതായി ഒരു റോസ് പൂവിൻ്റെ ചിത്രമാണ് വർദുൻ. വ എന്ന പദമാണ് വിദ്യാർത്ഥികൾ അവിടെ എഴുതി ചേർക്കേണ്ടത്. മൂന്നാമതായി ഒരു കാലിൻ്റെ ചിത്രമാണ് റിജ്ലുൻ. രി എന്ന പദമാണ് വിദ്യാർത്ഥികൾ അവിടെ എഴുതി ചേർക്കേണ്ടത്. നാലാമതായി ഈത്തപ്പഴത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് തംബ്രിൻ. ത എന്ന അക്ഷരമാണ് വിദ്യാർത്ഥികൾ എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ച അക്ഷരം കുട്ടയിൽ നിന്ന് എടുത്തെഴുതാം എന്നതാണ്. 6 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദബുൻ, അവിടെ ഒരു അക്ഷരം ചേർക്കണം. ആ അക്ഷരം കുട്ടയിൽ നിന്ന് എടുത്ത് ചേർക്കുക. അദബുൻ എന്നാണ് ലഭിക്കുക. രണ്ടാമത് ഇബറുൻ എന്ന ക്വസ്റ്റ്യനാണ്. ഈ എന്ന പദം ആ കുട്ടയിൽ നിന്ന് എടുത്തെഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉറബുൻ. ഉ എന്ന പദം കുട്ടയിൽ നിന്ന് എടുത്ത് അവിടെ എഴുതി ചേർക്കുക. നാലാമത് ദർബുൻ. ദ എന്ന അക്ഷരം എടുത്ത് ചേർക്കുക. അഞ്ചാമതായി റജുലുൻ. റ എന്ന പദം എഴുതി ചേർക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ മറുമറുൻ. മ എന്ന പദമാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിറം നൽകാം എന്നതാണ്. 3 അക്ഷരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. ഈ 3 അക്ഷരങ്ങൾക്കും കളർ നൽകുക. ക്രയോൺ ഉപയോഗിച്ചുകൊണ്ടാണ് കളർ കൊടുക്കേണ്ടത്. വിദ്യാർത്ഥികൾ വൃത്തിയായി കളർ നൽകാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ബുക്കിൽ നോക്കി എഴുതാം എന്നതാണ്. ലബ്സുൻ, മിൽക്കുൻ, കിത്നുൻ, മസദുൻ എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് വൃത്തിയായി ഓരോ പദങ്ങളും എഴുതി ചേർക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹർക്കത്തുകൾ നൽകാം എന്നതാണ്. കബുദുൻ എന്നത് ഹർക്കത്തില്ലാതെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഹർക്കത്തുകൾ ചേർത്ത് കബുദുൻ എന്ന് വരുന്ന രൂപത്തിൽ എഴുതേണ്ടതാണ്. തഫ്ഹീമു തിലാവയിലെ 14 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാകുക. യദുൻ എന്ന 14ാമത്തെ പാഠമടക്കമുള്ള പാഠങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നത വിജയം നൽകുമാറാകട്ടെ. എല്ലാ മക്കളെയും നല്ല മക്കളായി അല്ലാഹു വളർത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.